മലബാറുകാരുടെ പ്രിയപ്പെട്ട വിഭവമായ ഇറച്ചി പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ വീട്ടിൽ തയ്യാറാക്കിയ ഗോതമ്പ് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ അരിച്ചിട്ട് ആണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ പാക്കറ്റിൽ വാങ്ങുന്ന പൊടിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അതും വീട്ടിലുണ്ടാക്കിയ ഗോതമ്പ് പൊടിയായിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഷീറ്റ് നിങ്ങൾക്ക് മൈദ മാത്രം വെച്ചിട്ടും ചെയ്യാം, അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. പക്ഷേ ഹെൽത്തി ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അത് വീട്ടിൽ ഉണ്ടാക്കിയ ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് മൈദ കുറച്ച് ചേർത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ പാക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആശീർവാദ് പൊടിയാണെങ്കിൽ മൈദ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് മാത്രം വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത് ചുടുവെള്ളം ഒഴിച്ചിട്ടാണ്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഏത് പൊടിയാണെങ്കിലും, മൈദയാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും നിങ്ങൾ പാക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആട്ടയാണെങ്കിലും എന്താണെങ്കിലും തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് കുഴഞ്ഞ് കിട്ടും. പച്ചവെള്ളം കൊണ്ട് കുഴക്കുന്നതിലേറെ എളുപ്പത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും, പെട്ടെന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഞാനെല്ലാം ചുടുവെള്ളം കൊണ്ട് തന്നെയാണ് കുഴക്കാറ്. അപ്പോൾ ഇതുപോലെ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം വലിയ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ വെള്ളം ഒന്ന് പാകത്തിനാക്കി കൊടുക്കുക, ഇതുപോലെ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട്. അപ്പോൾ നമുക്കെന്നെ മനസ്സിലാവും ഇത് വെള്ളം ഇതിലേക്ക് പാകമായി വരുമ്പോൾ നമുക്ക് പിന്നെ ഒന്ന് കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് കഴിയുമ്പോൾ നല്ല പാകത്തിന് ഇതുപോലെ കൈ കൊണ്ട് തൊടാനുള്ളൊരു ചൂട് പാകത്തിനുള്ളൊരു ചൂടാകുമ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടും. ഇനി അത്യാവശ്യം കുഴഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഗീയോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. മാവൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ ഓയിലോ ഗീയോ ചേർക്കുമ്പോൾ മാവ് പെട്ടെന്ന് നന്നായി സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് 400 ഗ്രാം ബീഫ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം കുക്കറിൽ വെള്ളം വെക്കാതെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതുപോലെ കുക്കറിലിട്ടിട്ട് നല്ലപോലെ അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 4-5 വിസിൽ വേവിക്കുക. ബീഫ് നല്ലപോലെ വേവണം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെക്കുമ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും, പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കത് അടച്ച് വെക്കാം. ഇനി 2 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും ബീഫും കൂടി ആകുമ്പോൾ ഇതിന് ഈ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൂടുതലൊന്നും ചേർക്കണ്ട, 1 ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഒന്നും കൂടി അടച്ച് വെക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയും കൂടി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രീസറിൽ വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. റമദാനായപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് നമുക്ക് വറുത്ത മല്ലിപ്പൊടിയും വറുക്കാത്ത മല്ലിപ്പൊടി ഏത് മല്ലിപ്പൊടിയും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ വറുത്ത മല്ലിപ്പൊടിയാണ് ബീഫ് ആയതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ച മണം മാറി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നൈസായിട്ട് കട്ട് ചെയ്യണം, ചെറുതായിട്ട് കട്ട് ചെയ്ത് തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞ് വരണം. ഈ സമയത്ത് നമുക്ക് വേവിച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് വേവിച്ച ശേഷം ഞാൻ ആ കുക്കറിൽ വെച്ചിട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ബീഫാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അങ്ങനെ ബീഫ് ചേർക്കുമ്പോൾ ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബീഫിന് പകരം നമുക്കിത് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം.
ചിക്കൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ ബീഫ് വെച്ച് ചെയ്യുന്നതിലേറെ ടേസ്റ്റ് കൂടുതലാണ്, കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. നമുക്ക് നമ്മളെ ആദ്യം തയ്യാറാക്കിയ മാവ് എന്തായിന്ന് നോക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായി മാവ് തയ്യാറാക്കി വെച്ചിട്ട് ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ ഒരു പത്തിരിയുടെ വലിപ്പത്തിലുള്ള ബോളുകളാക്കി മാറ്റാം. ഇതുപോലെ ബോളാക്കിയിട്ട് മാറ്റിയിട്ട് ഞാനിതൊരു പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് അമർത്തിയിട്ട് എല്ലാം പത്തിരിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇതുപോലത്തുള്ള കനത്തിൽ പരത്തിയെടുക്കണം. ഇനി നിങ്ങൾക്ക് നല്ല ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഒന്ന് മുറിക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇറച്ചിപ്പത്തിരിക്ക് നല്ല ഷേപ്പ് കിട്ടും. ഇതിപ്പോൾ ഒരു പത്തിരി അടിയിൽ വെച്ച് അതിന് മേലെ ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പത്തിരിയും കൂടി വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അടിയിൽ വെച്ച പത്തിരി മുകളിൽ വെച്ച പത്തിരിയിലേറെ കുറച്ച് കൂടുതൽ വലിപ്പം ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല പോലെ ഇതാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആക്കിയിട്ട് എല്ലാം നമുക്കിതുപോലെ ചെയ്യാം. എല്ലാം ആക്കി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഓയിലാണ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ നല്ല ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ വെച്ച് കൊടുക്കണം. നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം താഴേക്കാക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഇതിന് നേരെ ഉൾട്ടാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം ഇത് എണ്ണ ചൂടാവുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് തുറന്ന് വരും നമ്മൾ ഒട്ടിച്ച ഭാഗം. മൈദ കൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല, പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. ഗോതമ്പ് പൊടി ആയ കാരണമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. മൈദ കൊണ്ട് ചെയ്യുമ്പോൾ ഇതിലേറെ ടേസ്റ്റും കൂടുതലാണ്, കാണാനുള്ള ഭംഗിയും കൂടുതലായിരിക്കും. പക്ഷേ ഹെൽത്തി ഗോതമ്പ് പൊടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുന്നത്. ഇത് ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ മൈദ കൊണ്ട് ചെയ്യുമ്പോൾ ഇതിലേറെ ടേസ്റ്റ് കൂടുതലായിരിക്കും മാത്രം. നമുക്ക് എല്ലാം ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം 20 ഇറച്ചിപ്പത്തിരിക്കുള്ളത് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ 10 ഇന്ന് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇതുപോലെ ആക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗീ മെൽട്ടാവുമ്പോൾ ഒരു കോഴിമുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച പത്തിരി 2 ഭാഗവും ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മുട്ടയുടെ ഒരു കോട്ടിങ്ങും കൂടി ഇതുപോലെ ഈ പത്തിരിയുടെ മുകളിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഇറച്ചിപ്പത്തിരിക്ക്. പിന്നെ ഗീയുടെ ഒരു ഫ്ലേവറും കൂടി കിട്ടുകയാണല്ലോ, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഈ മുട്ട ഒന്ന് വെന്ത് കിട്ടണം. നമ്മൾ ഈ ഗീയിൽ കിടന്നിട്ട് 2 സൈഡും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് 2 സൈഡും വേവിച്ചെടുക്കാം. മുകളിൽ കൊടുത്ത കോട്ടിങ് മാത്രമേ വേവാനുള്ളൂ, മുട്ടയുടെ കോട്ടിങ് മാത്രം ഒന്ന് വെന്താൽ മതി. പത്തിരി നമ്മൾ ഓൾറെഡി പൊരിച്ചെടുത്തതാണല്ലോ, അപ്പോൾ അതിനൊന്നും വേവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിക്കുക. 2 സൈഡും ആ മുട്ടയുടെ പച്ച മണന്ന് മാറണം. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി എല്ലാം ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ളൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.